നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി എക്സാമിന്റെ സ്റ്റേജ് 4 8-ാം തീയതി നടക്കുവാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങളുടെ ഉറവിടം എവിടെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. കാരണം കഴിഞ്ഞ 3 സ്റ്റേജിലെ പരീക്ഷകൾ എടുത്തു നോക്കിയാലും സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും, മാക്സിമം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയെന്നാണ്. ഏതൊക്കെയാ സുഹൃത്തുക്കളെ സിന്ധു നദിയുടെ പോഷക നദികള്? ഝലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. ഏതൊക്കെയാ? ഝലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് എന്നിവയാണ്. സപ്ത സൈന്ധവം എന്നറിയപ്പെടുന്ന നദികൾ എന്ന് ചോദിച്ചാൽ സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളുമാണ്. പഠിച്ചോളനെ, സപ്ത സൈന്ധവം എന്ന പേരിൽ അറിയപ്പെടുന്ന നദികൾ ഏതാണ്? സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും ചേർന്നതാണ്. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയിരുന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഗവിഷ്ഠി. പഠിച്ചോളനെ, കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയിരുന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് ഗവിഷ്ഠി എന്നാണ്. ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യൻ പ്രദേശങ്ങളാണ് അജ്ഞാത്രിഖേഡ ഉത്തർപ്രദേശ്. എന്താണ്? അത്രാജ്ഞിഖേഡ ഉത്തർപ്രദേശ്, ജോധ്പുര രാജസ്ഥാൻ, ഭഗവത്പുര ഹരിയാന. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചോളനെ. അത്രഞ്ഞിഖേഡ ഉത്തർപ്രദേശ്, ജോധ്പുര രാജസ്ഥാൻ, ഭഗവത്പുര ഹരിയാന. ഈ 3 പേരുകൾ പഠിച്ചു വെക്കുക. പ്രാചീന കാലത്ത് കർഷകർ രാജാവിന് നൽകിയിരുന്ന നികുതി അറിയപ്പെട്ടിരുന്ന പേരാണ് ബലിയും ഭാഗയും. പഠിച്ചോളനെ, പ്രാചീന കാലത്ത് കർഷകർ രാജാവിന് നൽകിയിരുന്ന നികുതി അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്തൊക്കെയാ? ബലി എന്നും ഭാഗയെന്നും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഝലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് എന്നിവയാണ്. സപ്ത സൈന്ധവം എന്നറിയപ്പെടുന്ന നദികൾ എന്ന് ചോദിച്ചാൽ സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളുമാണ്. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയിരുന്ന യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഗവിഷ്ഠി. ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാ? അത്രഞ്ഞിഖേഡ ഉത്തർപ്രദേശ്, ജോധ്പുര രാജസ്ഥാൻ, ഭവൻപുര ഹരിയാന എന്നിവയാണ്. പ്രാചീന കാലത്തെ കർഷകർ രാജാവിന് നൽകിയിരുന്ന നികുതി അറിയപ്പെട്ടിരുന്ന പേരെന്താ? ബലി എന്നും ഭാഗ എന്നും. ഗംഗാ സമതലത്തിൽ പുരോഹിതർ എന്നറിയപ്പെട്ടിരുന്ന വിഭാഗം ബ്രാഹ്മണരായിരുന്നു. ഗംഗാ സമതലത്തില് പുരോഹിതർ എന്നറിയപ്പെട്ടിരുന്ന വിഭാഗം ഏതാ? ബ്രാഹ്മണരായിരുന്നു. ഗംഗാ സമതലത്തിലെ ഭരണാധികാരികളും സേനാനികളുമായി അറിയപ്പെട്ടിരുന്നത് ക്ഷത്രിയരായിരുന്നു. ഗംഗാ സമതലത്തിലെ ഭരണാധികാരികളും സേനാനികളും എന്നറിയപ്പെട്ടിരുന്നത് ആരാ? ക്ഷത്രിയരായിരുന്നു. ഗംഗാ സമതലത്തിൽ കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവ നടത്തിയിരുന്നത് വൈശ്യരായിരുന്നു. പഠിച്ചോളനെ, ഗംഗാ സമതലത്തില് കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവ നടത്തിയിരുന്ന കൂട്ടം ആരായിരുന്നു? വൈശ്യരായിരുന്നു. ഗംഗാ സമതലത്തിലെ ദാസ്യവൃത്തി നടത്തിയിരുന്ന വിഭാഗം ഏതായിരുന്നു? ശൂദ്രരായിരുന്നു. പഠിച്ചോളനെ, ഗംഗാ സമതലത്തിലെ ദാസ്യവൃത്തി നടത്തിയിരുന്ന വിഭാഗം ഏതായിരുന്നു? ശൂദ്രരായിരുന്നു. ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ഇത് ആരുടെ വാക്കുകളാ? ശ്രീബുദ്ധന്റെ വാക്കുകളാണ്. പഠിച്ചോളനെ, ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങളെ കുറിച്ച് എനിക്കറിയാം. ഇത് ആരുടെ വാക്കുകളാ? ശ്രീബുദ്ധന്റെ വാക്കുകളാണ്. മഗധ രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം രാജഗ്രഹമായിരുന്നു. പഠിച്ചോളനെ, മഗധ രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം എവിടെയായിരുന്നു? രാജഗ്രഹമായിരുന്നു. പഠിക്കുക. അരിസ്റ്റോട്ടലിന്റെ പ്രശസ്തനായ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അരിസ്റ്റോട്ടലിന്റെ പ്രശസ്തനായ ശിഷ്യനാരായിരുന്നു സുഹൃത്തുക്കളെ? അലക്സാണ്ടർ ആയിരുന്നു. അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. ഈ 3 പേരും ഒരാൾ തന്നെയാണ് കേട്ടോ. അർത്ഥശാസ്ത്രം എഴുതിയതാരാണ്? കൗടില്യനാണ്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ചാണക്യൻ എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്താ? വിഷ്ണുഗുപ്തൻ എന്ന്. അപ്പോ ചാണക്യന്റെ 2 മറ്റു പേരുകളുണ്ട്. ഏതൊക്കെയാ? കൗടില്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും. അദ്ദേഹമാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. നൈട്രജന്റെ അളവ് എത്രയാ? 78.08%. പഠിച്ചോളനെ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? നൈട്രജൻ ആണ്. നൈട്രജന്റെ അളവ് എത്രയാ? 78.08%. രണ്ടാമത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജൻ ആണ്. 20.95% ഓക്സിജന്റെ അളവ്. അന്തരീക്ഷത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അളവ് എത്രയാ സുഹൃത്തുക്കളെ? 20.95%.
അന്തരീക്ഷത്തിൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ അത് ആർഗൺ ആണ്. ആർഗന്റെ അന്തരീക്ഷത്തിലെ അളവ് 0.93%. അന്തരീക്ഷത്തില് മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ആർഗൺ ആണ്. ആർഗൺ എത്ര ശതമാനമാണ് അന്തരീക്ഷത്തിലുള്ളത്? 0.93%. അന്തരീക്ഷത്തിൽ നാലാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 0.037%. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നാലാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത്. അതിന്റെ അളവ് എത്രയാ? 0.037%. അഞ്ചാമതായി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വാതകം ഓസോൺ ആണ്. ഓസോണിന്റെ അളവ് എത്രയാ? 0.01%. പഠിച്ചോളണേ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അഞ്ചാമത്തെ വാതകം എന്ന് ചോദിച്ചാൽ അത് ഓസോൺ ആണ്. ഓസോണിന്റെ അളവ് എത്രയാ അന്തരീക്ഷത്തില്? 0.01%. പഠിക്കുക. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും ജന്തുജാലങ്ങളും സസ്യങ്ങളും ഉപയോഗിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. പഠിച്ചോളനെ, ശ്വസന പ്രക്രിയയ്ക്കായിട്ട് മനുഷ്യനാകട്ടെ, ജന്തുജാലങ്ങളാവട്ടെ, സസ്യങ്ങളാവട്ടെ, ഇവരെല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന വാതകം ഏതാ? അത് ഓക്സിജൻ ആണ്. പഠിക്കുക. സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ വാതകം എന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ വാതകം എന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ സ്വയം ആഹാരം പാകം ചെയ്യുന്നത് അറിയപ്പെടുന്ന പേര് പ്രകാശ സംശ്ലേഷണം എന്ന്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ സ്വയം ആഹാരം പാകം ചെയ്യുന്നത് അറിയപ്പെടുന്ന പേരെന്താ? പ്രകാശ സംശ്ലേഷണം എന്ന്. ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിലെ അന്തരീക്ഷ ജലാംശത്തിന്റെ അളവ് കൂടുതലായിരിക്കും. പഠിച്ചോളനെ, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിലെ അന്തരീക്ഷ ജലാംശത്തിന്റെ അളവ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഉപരിതല ജലസ്രോതസ്സുകളുമായി ചേർന്ന് വരുന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശത്തിന്റെ അളവ് കൂടുതലായിരിക്കും. ഉപരിതല ജലസ്രോതസ്സുകളുമായി ചേർന്ന് വരുന്ന അന്തരീക്ഷ ഭാഗങ്ങളിലെ ജലാംശത്തിന്റെ അളവ് എങ്ങനെയായിരിക്കും സുഹൃത്തുക്കളെ? കൂടുതലായിരിക്കും. അതായത് നമ്മുടെ സമുദ്രത്തിന്റെ അടുത്തും അതുപോലെ നദികളുടെ തീരത്തൊക്കെ പോയി നിന്നാൽ നമുക്ക് ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടും. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് ഈ പറയുന്ന നദികളോട് അല്ലെങ്കിൽ ഈ ജലസ്രോതസ്സുകളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ബാഷ്പീകരണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ജലാംശത്തിന്റെ അളവും കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി പൊടിപടലങ്ങൾ എത്തുന്ന മാർഗങ്ങളാണ് കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാവുന്നവ. പഠിച്ചോളനെ, അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി പൊടിപടലങ്ങൾ എത്തുന്ന മാർഗങ്ങൾ എങ്ങനെയാ? കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്നവ. ഇങ്ങനെ 3 രീതിയിലാണ് പ്രധാനമായിട്ടും അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ എത്തുന്നത്. പഠിക്കുക. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നു. അതിനാൽ ഇത്തരം പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഘനീകരണ മർമ്മം എന്ന്. പഠിച്ചോളണേ, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നു. അതിനാൽ ഇത്തരം പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ഘനീകരണ മർമ്മം എന്ന്. ഭൂമിയിലെ മൊത്തം അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്നും 29 കിലോമീറ്ററിനുള്ളിലാണ്. പഠിച്ചോളണേ, ഭൂമിയിലെ മൊത്തം അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലം അഥവാ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 29 കിലോമീറ്ററിനുള്ളിലാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ഉയരുന്ന വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. പഠിച്ചോളണേ, ഭൗമോപരിതലത്തിൽ നിന്നും ഉയരുമ്പോൾ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. സ്റ്റേറ്റ്മെന്റ് ലെവലാണ്. പഠിച്ചോളണേ, ഭൗമോപരിതലത്തിൽ നിന്നും അതായത് ഭൂമിയിൽ നിന്നും നമ്മൾ മുകളിലേക്ക് ഉയർന്നു പോകും തോറും വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു. ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്തുവാൻ കഴിവുള്ള നിർമ്മിതികൾ അറിയപ്പെടുന്ന പേരാണ് ഹരിതഗ്രഹങ്ങൾ എന്ന്. ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്തുവാൻ കഴിയുന്ന നിർമ്മിതികൾ അറിയപ്പെടുന്ന പേരെന്താ? ഹരിതഗ്രഹങ്ങൾ എന്ന്. ഹരിതഗ്രഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നീരാവി. പഠിച്ചോളനെ, നീരാവിയും ഒരു ഹരിതഗ്രഹ സ്വഭാവമുള്ള വാതകമാണ്. അപ്പോ ഹരിതഗ്രഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നീരാവി എന്നിവയാണ്. പഠിക്കുക. ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പഠിച്ചോളനെ, ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
ഒരു മെട്രിക് ടൺ എത്ര കിലോഗ്രാം ആണെന്ന് ചോദിച്ചാൽ 1000 കിലോഗ്രാം ആണ്. പഠിച്ചോളണേ, ഒരു മെട്രിക് ടൺ എന്നുള്ളത് എത്ര കിലോഗ്രാം ആണെന്ന് ചോദിച്ചാൽ 1000 കിലോഗ്രാം ആണ്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമെന്നറിയപ്പെടുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമെന്നറിയപ്പെടുന്നത് ഏതാ? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ ഉച്ചകോടി നടന്ന രാജ്യം ജപ്പാനാണ്. വർഷം 1997 ആണ്. വർഷം ചോദിച്ചിട്ടുണ്ടേ, പഠിച്ചോളണേ. ക്യോട്ടോ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. വർഷം 1997 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 141 രാജ്യങ്ങളായിരുന്നു അന്ന് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. പഠിച്ചോളണേ, ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാ 2005 141 രാജ്യങ്ങളാണ് ക്യോട്ടോ പ്രോട്ടോകോളിൽ അന്ന് ഒപ്പുവെച്ചത്. അന്തരീക്ഷത്തിൽ ഓസോണീകരണ പ്രക്രിയ നടക്കുന്ന ഉയരം 20 കിലോമീറ്ററിനും 50 കിലോമീറ്റർ വരെ ഉയരത്തിനിടയിലാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ ഓസോണീകരണ പ്രക്രിയ നടക്കുന്ന ഉയരം 20 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഇടയിലാണ്. അന്തരീക്ഷത്തിലെ ഓസോണീകരണ പ്രക്രിയ നടക്കുന്ന ഉയരം എത്രയാ? 20 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഇടയിലാണ്. എന്താ സുഹൃത്തുക്കളെ ഓസോണീകരണ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ ആറ്റം വിഘടിച്ച് എന്ത് സംഭവിക്കുന്നു? 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ട് എന്ത് രൂപപ്പെടുന്നു? ഓസോൺ, O3 അഥവാ ഓസോൺ രൂപപ്പെടുന്നു. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസോണീകരണം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓസോൺ രൂപീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഓസോണീകരണം എന്നുള്ളത്. ഇത് നടക്കുന്നത് എപ്പോഴും അന്തരീക്ഷത്തിലെ 20 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഇടയിലുള്ള ഉയരത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ അന്തരീക്ഷ ഭാഗത്തായിരിക്കും. ഓക്സിജൻ തന്മാത്രകൾ വിഘടിച്ച് ഓസോണായി രൂപപ്പെടുന്നതിന് കാരണമാകുന്ന സൂര്യരശ്മിയിലെ കിരണം എന്ന് ചോദിച്ചാൽ അത് അൾട്രാ വയലറ്റ് കിരണമാണ്. പഠിച്ചോളണേ, ഓക്സിജൻ തന്മാത്രകൾ വിഘടിച്ച് ഓസോണായി രൂപപ്പെടുന്നതിന് കാരണമാകുന്ന സൂര്യരശ്മിയിലെ കിരണം എന്ന് ചോദിച്ചാൽ അത് അൾട്രാ വയലറ്റ് കിരണമാണ്. പഠിക്കുക. സസ്യങ്ങൾ മുരടിക്കുന്നതിനും തൊലിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നതിനും കാരണമായ സൂര്യരശ്മിയിലെ കിരണം എന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് കിരണം. സസ്യങ്ങൾ മുരടിക്കുന്നതിനും തൊലിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നതിനും കാരണമായിട്ടുള്ള സൂര്യരശ്മിയിലെ കിരണം എന്ന് ചോദിച്ചാൽ അത് അൾട്രാ വയലറ്റ് കിരണമാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണും അതുപോലെ ഹാലോണും. പഠിച്ചോളണേ, ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ചോദിച്ചാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസും അതുപോലെ തന്നെ ഹാലോൺസുമാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ വിഘടിച്ച് രൂപപ്പെടുന്ന വാതകങ്ങളാണ് ക്ലോറിനും ബ്രോമിനും. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ വിഘടിച്ച് രൂപപ്പെടുന്ന വാതകങ്ങളാണ് ക്ലോറിനും ബ്രോമിനും. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഉടമ്പടി മോൺട്രിയൽ പ്രോട്ടോകോള്. പഠിച്ചോളണേ, ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരെന്താ? മോൺട്രിയൽ ഉടമ്പടി എന്നാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഉച്ചകോടി നടന്ന രാജ്യം ഓസ്ട്രിയ, അതായത് വിയന്ന 1987 മോൺട്രിയൽ പ്രോട്ടോകോള് ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? അത് ഓസ്ട്രിയയാണ്. ഓസ്ട്രിയയിലെ വിയന്ന എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചാണ് നടന്നത്. വർഷം 1987. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഭൗമോപരിതലത്തിൽ ഏകദേശം 90 കിലോമീറ്റർ വരെ ഉയരത്തിൽ വാതക സംചരണം ഏറെക്കുറെ ഒരുപോലെയാണ്. ഈ അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹോമോസ്ഫിയർ എന്ന്. പഠിച്ചോളണേ, ഭൗമോപരിതലത്തിലെ ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സഞ്ചരണം ഏറെക്കുറെ ഒരുപോലെയാണ്. ഈ അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ഹോമോസ്ഫിയർ എന്ന്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെയുള്ള അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ഹോമോസ്ഫിയർ എന്ന്. ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്ററിന് മുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹെക്ടറോസ്ഫിയർ എന്ന്. ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്ററിന് മുകളിലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ഹെക്ടറോസ്ഫിയർ എന്ന്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് മനുഷ്യനായ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ജന്തുജാലങ്ങളും ജീവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. പഠിച്ചോളണേ, ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം കൂടുതലായിരിക്കും. വീണ്ടും വന്നിരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ.
ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എങ്ങനെയാ കൂടുതലായിരിക്കും, ഏകദേശം 18 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയറിന് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയരം കൂടുതലായിരിക്കും. അതിനുള്ള കാരണം എന്താ സുഹൃത്തുക്കളെ, ഭൂമധ്യരേഖാ പ്രദേശത്ത് താപം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വായു എന്ത് ചെയ്യും, ചൂടുകൂടി വളരെ ഉയരത്തിലേക്ക് എന്ത് ചെയ്യും പോകും. അതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിന് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉയരം കൂടുതലായി കാണപ്പെടുന്നത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. പഠിച്ചോളനെ, മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ, അത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. പഠിച്ചോളനെ, ട്രോപ്പോസ്ഫിയറിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് നമ്മൾ പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലെ താപം കുറഞ്ഞു വരുന്നു. പഠിക്കുക. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. പഠിച്ചോളനെ, ട്രോപ്പോസ്ഫിയറിനെയും തൊട്ടുമുകളിലെ ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ മേഖല എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോപാസ് ആണ്. ഭൂമിയിൽ നിന്നും 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം അറിയപ്പെടുന്ന പേരാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന്. സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം വരുന്നില്ല. ഈ മേഖലയാണ് സമതാപ മേഖല എന്നറിയപ്പെടുന്നു. പഠിച്ചോളണേ, സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന വിതാനങ്ങൾ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം വരുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നതും സൂര്യനിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യപ്പെടുന്നതും ഓസോൺ പാളി കാണപ്പെടുന്നതും സൂര്യനിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നതും സൂര്യനിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. പഠിച്ചോളനെ, ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലായി കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലായി കാണപ്പെടുന്ന സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരെന്താ, സ്ട്രാറ്റോപാസ് എന്നാണ്. പഠിക്കുക. ഭൂമിയിൽ നിന്നും 50 കിലോമീറ്ററിനും 80 കിലോമീറ്റർ വരെയും ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. പഠിച്ചോളനെ, ഭൂമിയിൽ നിന്നും 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം അറിയപ്പെടുന്ന പേരെന്താ, മീസോസ്ഫിയർ എന്നാണ്. മീസോസ്ഫിയറിന് ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. അന്തരീക്ഷ മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയർ ആണ്. അതിനുള്ള കാരണം എന്തെന്ന് ഇതുവരെയും നമ്മുടെ ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്തരീക്ഷ മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയർ ആണ്. ഉൽക്കകൾ കത്തി നശിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉൽക്കകൾ കത്തി നശിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്നറിയപ്പെടുന്നത് ഏതാ, മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിലായി കാണപ്പെടുന്ന സംക്രമണ മേഖലയാണ് മീസോപാസ്. പഠിച്ചോളനെ, മീസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിലായി കാണപ്പെടുന്ന സംക്രമണ മേഖല ഏതാണ്, മീസോപാസ് ആണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. പഠിച്ചോളണേ, ഭൂമിയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ അന്തരീക്ഷ മണ്ഡലത്തിൽ ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. തെർമോസ്ഫിയർ അന്തരീക്ഷ മണ്ഡലത്തില് ഉയരം കൂടുന്തോറും താപനിലയിൽ എന്താ സംഭവിക്കുന്നത്, ഗണ്യമായി വർദ്ധിക്കുന്നു. പഠിക്കുക. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനം അല്ലെങ്കിൽ താഴ്ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ എന്ന്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന വിധാനം അഥവാ താഴ്ഭാഗം അറിയപ്പെടുന്ന പേരെന്താ, അയണോസ്ഫിയർ എന്നാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. പഠിച്ചോളനെ, റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാ, അയണോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് അയണോസ്ഫിയർ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തില് 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ആര് കാണപ്പെടുന്നത്, അയണോസ്ഫിയർ കാണപ്പെടുന്നത്.
അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്രരശ്മികൾ വാതക തന്മാത്രകളുമായി പ്രവർത്തിച്ച് അയോണുകളാക്കി മാറ്റപ്പെടുന്ന മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് അയണോസ്ഫിയർ ആണ്. അതുകൊണ്ടാണ് അവന് അയണോസ്ഫിയർ എന്നുള്ള പേര് വന്നത് കേട്ടോ. അപ്പോ അൾട്രാ വയലറ്റ് കിരണങ്ങളും അതുപോലെ സൂര്യനിൽ നിന്ന് പുറത്തു വരുന്ന എക്സ്റേ കിരണങ്ങൾ തുടങ്ങിയ തീവ്ര പ്രകാശരശ്മികൾ ഈ അയണോസ്ഫിയറിലുള്ള വാതക തന്മാത്രകളുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഈ മണ്ഡലം അയണോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അറോറ എന്ന പ്രതിഭാസം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയർ ആണ്. പഠിച്ചോളണേ, അറോറ എന്ന പ്രതിഭാസം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ? തെർമോസ്ഫിയർ ആണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. പഠിച്ചോളനെ, ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാ? 1931 കറാച്ചി സമ്മേളനമാണ്. പഠിക്കുക. ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കപ്പെട്ട വർഷം 1938. ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കപ്പെട്ട വർഷം 1938. ആരുടെ നേതൃത്വത്തിലാണ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കപ്പെട്ടത്? ജവഹർലാൽ നെഹ്റുവിന്റെ. ആരുടെ നേതൃത്വത്തിലാണ് ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കപ്പെട്ടത്? ജവഹർലാൽ നെഹ്റുവിന്റെ. ബോംബെ പദ്ധതി രൂപീകരിക്കപ്പെട്ട വർഷം 1944. ബോംബെ പദ്ധതി രൂപീകരിക്കപ്പെട്ട വർഷം എന്ന 1944 ആണ്. ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തി എം.എൻ. റോയി ആണ്. ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തിത്വമാരാ? എം.എൻ. റോയി ആണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം രൂപീകരിച്ച വർഷം 1948. പഠിച്ചോളണേ, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം രൂപീകരിച്ച വർഷം 1948. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. പഠിച്ചോളുക, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യയാണ്. ഉറപ്പായിട്ടും ചോദിക്കും. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതാരാ? എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷം 1950 മാർച്ച് 15. ഇന്ത്യൻ ആസൂത്രിത കമ്മീഷന് രൂപം നൽകിയ വർഷം 1950 മാർച്ച് മാസം 15-ാം തീയതി. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തുല്യത, വളർച്ച, സ്വയാശ്രയത്വം, ആധുനികവൽക്കരണം. പഠിച്ചോളണേ, ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തുല്യത, വളർച്ച, സ്വയാശ്രയത്വം, ആധുനികവൽക്കരണം എന്നിവയാണ്. പഠിക്കുക. ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങളെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആരൊക്കെയാ? അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷനും അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അധ്യക്ഷനാരാ? പ്രധാനമന്ത്രിയാണ്. എപ്പോഴും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷനും അംഗങ്ങളും ഉണ്ടായിരിക്കും. ഏതു രാജ്യത്തിന്റെ മാതൃകയിലാണ് ദേശീയാസൂത്രണത്തിന് ഇന്ത്യ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയന്റെ. പഠിച്ചോളനെ, ഏതു രാജ്യത്തിന്റെ മാതൃകയിലാണ് ദേശീയാസൂത്രണത്തിന് ഇന്ത്യ സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയന്റെ. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പഞ്ചവത്സര പദ്ധതികൾ. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താ? പഞ്ചവത്സര പദ്ധതികൾ എന്ന്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചോളനെ, അണക്കെട്ടുകൾ ഇന്ത്യൻ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാ? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഭക്രാം നങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭക്രാം നങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. പഠിക്കുക. ഇനി നമുക്ക് 12 പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികളും ജസ്റ്റ് ഒന്ന് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951, അവസാനിച്ചത് 1956 കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്ന 1951, അവസാനിച്ചത് 1956 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു.
രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1956 അവസാനിച്ചത് 1961 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? വ്യാവസായിക വികസനമായിരുന്നു. പഠിച്ചോളണേ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 1961 വരെയായിരുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താ? വ്യാവസായിക വികസനമായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1961 മുതൽ 1966 വരെയായിരുന്നു. എന്തായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1961 ആരംഭിച്ച് 1966 അവസാനിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമായിരുന്നു. നാലാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1969 മുതൽ 1974 വരെയായിരുന്നു. എന്തായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വയാശ്രയത്വവുമായിരുന്നു. പഠിച്ചോളനെ, നാലാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1969 അവസാനിച്ചത് 1974 ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താ? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വയാശ്രയത്വവുമാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1974 അവസാനിച്ചത് 1979 അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1974 അവസാനിച്ചത് 1979 അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1980 അവസാനിച്ചത് 1985 എന്തായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1980 അവസാനിച്ചത് 1985 ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു. ഏഴാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1985 അവസാനിച്ചത് 1990 ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമായിരുന്നു. പഠിച്ചോളനെ, ഏഴാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1985 ഇത് അവസാനിച്ചത് 1990 ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനികവൽക്കരണവും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവുമായിരുന്നു. പഠിക്കുക. എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992 അവസാനിച്ചത് 1997 എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? മാനവശേഷി വികസനമാണ്. പഠിച്ചോളണേ, എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992 അവസാനിച്ചത് 1997 മാനവശേഷി വികസനമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1997 അവസാനിച്ചത് 2002 ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവുമായിരുന്നു. പഠിച്ചോളണേ, ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1997 അവസാനിച്ചത് 2002 എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവുമായിരുന്നു. പത്താം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2002 അവസാനിച്ചത് 2007 പത്താം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. പത്താം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2002 അവസാനിച്ചത് 2007 എന്തായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറയുന്നത്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2007 അവസാനിച്ചത് 2012 എന്തായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2007 അവസാനിച്ചത് 2012 എന്തായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2012 അവസാനിച്ചത് 2017 എന്തായിരുന്നു പ്രധാന ലക്ഷ്യം? സുസ്ഥിര വികസനമായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി 2012 ആരംഭിച്ച് 2017 അവസാനിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? സുസ്ഥിര വികസനമായിരുന്നു. പഠിക്കുക. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി വന്ന വർഷം എത്രയാണ്? 1993 ഇത് പാർലമെന്റ് പാസാക്കിയ വർഷം 1992 പഠിച്ചോളനെ,
പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഇത് പാർലമെന്റ് പാസാക്കിയ വർഷം 1992 ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. പഠിച്ചോളനെ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ്. നമുക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ചൊന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നതാരെന്ന് ചോദിച്ചാൽ അത് ഗ്രാമപഞ്ചായത്തുകളാണ്. എന്താണ് പറഞ്ഞത്? പ്രാദേശിക വികസന ആവശ്യങ്ങൾക്ക് വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നതാരാ? ഗ്രാമപഞ്ചായത്തുകളാണ്. ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നത് വരെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ജോലി. എങ്ങനെയാണ് ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായിട്ട് സമർപ്പിക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന ജോലി. അടുത്തതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിന് ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോലി. പഠിച്ചോളനെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോലി എന്ന് പറയുന്നത്. ഇനി ജില്ലാ പഞ്ചായത്ത് എന്താ സുഹൃത്തുക്കളെ ചെയ്യുന്നത്? ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? അംഗീകാരം നൽകുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുകയും ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത്. സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുകയും ചെയ്യുന്നു ആരാണ്? ജില്ലാ പഞ്ചായത്ത്. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജനുവരി 1 നീതി ആയോഗിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാ? പ്രധാനമന്ത്രിയാണ്. ഭൂമിയിലെ മൊത്തം ജലത്തിന്റെ എത്ര ശതമാനമാണ് ലവണജലം എന്ന് ചോദിച്ചാൽ 97%. ഭൂമിയിലെ മൊത്തം ജലത്തിന്റെ എത്ര ശതമാനമാണ് ലവണജലം എന്ന് ചോദിച്ചാൽ 97%. മനുഷ്യൻ ലഭ്യമാകുന്ന ശുദ്ധജലത്തിന്റെ അളവ് എത്രയാണ്? 0.33%. മനുഷ്യൻ ലഭ്യമാകുന്ന ശുദ്ധജലത്തിന്റെ അളവ് എത്രയാണ്? 0.33%. മേൽമണ്ണിൽ നിന്നും ഊർന്നിറങ്ങുന്ന ജലം മണ്ണിന്റെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്നു. ഇവ അറിയപ്പെടുന്ന പേരാണ് അക്യൂഫറുകൾ. പഠിച്ചോളനെ, മേൽമണ്ണിൽ നിന്നും ഊർന്നിറങ്ങുന്ന ജലം മണ്ണിന്റെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്നു. ഇവ അറിയപ്പെടുന്ന പേരാണ് അക്യൂഫറുകൾ എന്ന്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ മുകൾ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ജലപീഠം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളനെ, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ മുകൾ ഭാഗം അറിയപ്പെടുന്ന പേര് ജലപീഠം എന്നാണ്. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കിണറുകൾ അറിയപ്പെടുന്ന പേരാണ് അരിപ്പക്കിണർ. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കിണറുകൾ അറിയപ്പെടുന്ന പേരാണ് അരിപ്പക്കിണർ. ശിലാപാളികൾ ഉണ്ടാകുന്ന ദ്വാരങ്ങളിലൂടെ ശിലകൾക്കിടയിൽ കുടുങ്ങിയ സമ്മർദ്ദ ജലം ശക്തമായി മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഇത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് അറിയപ്പെടുന്നു? അപ്പോ ശിലാപാളികളിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങളിലൂടെ ശിലകൾക്കിടയിൽ കുടുങ്ങിയ സമ്മർദ്ദ ജലം ശക്തമായി മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന കിണറുകൾ അറിയപ്പെടുന്ന പേരാണ് ആർട്ടീഷ്യൻ കിണറുകൾ അല്ലെങ്കിൽ ആർട്ടീഷ്യൻ കിണറുകൾ. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്നും ഉപരിതലത്തിലേക്ക് ഒഴുകും. ഇവയെ നീരുറവ എന്നറിയപ്പെടുന്നു. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്നും ഉപരിതലത്തിലൂടെ ഒഴുകുന്നു. ഇവയെ നീരുറവ എന്ന പേരിൽ അറിയപ്പെടുന്നു. കുടിവെള്ള ശേഖരണാർത്ഥം സുരംഗ കിണറുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. കുടിവെള്ള ശേഖരണാർത്ഥം സുരംഗ കിണറുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാ? കാസർഗോഡ് ജില്ലയാണ്. മണിക്കരൻ ചൂട് നീരുറവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. പഠിച്ചോളനെ, മണിക്കരൻ ചൂട് നീരുറവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഹിമാചൽ പ്രദേശ് ആണ്. പഠിക്കുക. ജല ATM സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കർണാടകമാണ്. കർണാടകത്തിലെ കനകപുര എന്ന് പറയുന്ന പ്രദേശത്താണ് കേട്ടോ ജല ATM സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? കർണാടകമാണ്. കർണാടകത്തിലെ കനകപുര എന്ന പ്രദേശത്താണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ജല ATM സ്ഥാപിച്ചത്. കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് 300 സെന്റിമീറ്റർ ആണ്. മഴയിലൂടെ ലഭിക്കുന്ന ശുദ്ധജലത്തിന്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ 120 ഘന കിലോമീറ്റർ ജലമാണ്. പഠിച്ചോളനെ, കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴയുടെ അളവ് എത്രയാ? 300 സെന്റിമീറ്റർ ആണ്. ഇനി മറ്റൊരു രീതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയിലൂടെ ലഭിക്കുന്ന ശുദ്ധജലത്തിന്റെ അളവ് എത്രയാ കേരളത്തില്? 120 ഘന കിലോമീറ്റർ ജലമാണ്.
പ്രാചീന ശിലായുഗ കേന്ദ്രമായ ബിംബേക്ക സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പ്രാചീന ശിലായുഗ കേന്ദ്രമായ ബിംബേക്ക സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് തീരം മുതൽ ഉത്തർപ്രദേശിലെ അലക്കീർപൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലക്കീർപൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംസ്കാരം ഏതാ സുഹൃത്തുക്കളെ? ഹാരപ്പൻ സംസ്കാരമാണ്. ഹാരപ്പൻ കാലഘട്ടം BC 2700 മുതൽ BC 1700 വരെ ഹാരപ്പൻ സംസ്കാര കാലഘട്ടം എന്നറിയപ്പെടുന്നത് BC 2700 മുതൽ BC 1700 വരെ. ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ കാലിബഹൻ, ബനാവാലി, ധോളാവീര, ലോഥല്, രംഗപൂർ. പഠിച്ചോളനെ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാ? കാലിബഹൻ, ബനാവാലി, ധോളാവീര, ലോഥല്, രംഗപൂർ എന്നിവയാണ്. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെഹുല. പഠിച്ചോളനെ. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മെഹുല എന്ന്. വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം എന്നിവയാണ്. പഠിക്കുക. പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യാ രീതി അറിയപ്പെട്ടിരുന്ന പേരാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. മറക്കരുത്. പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യാ രീതി അറിയപ്പെട്ടിരുന്ന പേര് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്നാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാര ജനത ഉപയോഗിച്ചിരുന്ന ലിപി ക്യൂനിഫോം ലിപി. മെസപ്പൊട്ടോമിയൻ സംസ്കാര ജനത ഉപയോഗിച്ചിരുന്ന ലിപി എന്താണ്? ക്യൂനിഫോം ലിപി ആയിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള സംസ്കാരങ്ങളായിരുന്നു സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള സംസ്കാരങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? അപ്പോ സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, അതുപോലെ തന്നെ കാൽഡിയൻ എന്നിവയാണ്. മെസപ്പൊട്ടോമിയയുടെ ഭാഗമായുള്ള കച്ചവട നഗരങ്ങളായിരുന്നു ഉർ, ഉറുക്ക്, ലഗാഷ് എന്നിവ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള കച്ചവട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉർ, ഉറൂക്ക്, അതുപോലെ ലഗാഷ് എന്നിവയായിരുന്നു. പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവുകളാണ് സിഗറത്തുകൾ. പഠിച്ചോളണേ. പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവുകളാണ് സിഗറാത്തുകൾ. ഹൊയാങ്ഹോ നദീതീരത്ത് രൂപം കൊണ്ട സംസ്കാരം ചൈനീസ് സംസ്കാരം. ഹൊയാങ്ഹോ നദീതീരത്ത് രൂപം കൊണ്ട സംസ്കാരം ഏതായിരുന്നു? ചൈനീസ് സംസ്കാരമായിരുന്നു. പഠിക്കുക. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിൽ വിദഗ്ധരായിരുന്ന പ്രാചീന സംസ്കാരം ചൈനീസ് സംസ്കാരം. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിൽ വിദഗ്ധരായിരുന്ന പ്രാചീന സംസ്കാരം ഏതായിരുന്നു? ചൈനീസ് സംസ്കാരമായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരുന്ന പ്രാചീന സംസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അത് ചൈനീസ് സംസ്കാരമാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരുന്ന പ്രാചീന സംസ്കാരം ചൈനീസ് സംസ്കാരമായിരുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപനില 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. പഠിച്ചോളണേ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടാൻ സാധ്യതയുള്ള താപനില എത്രയാ? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേര് ശിലാമണ്ഡലം എന്ന്. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേരെന്താ? ശിലാമണ്ഡലം എന്ന്. ശിലാമണ്ഡലത്തിലെ താഴ്ഭാഗത്തായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ് എന്നറിയപ്പെടുന്നത് അസ്തനോസ്ഫിയർ ആണ്. പഠിച്ചോളനെ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ് എന്നറിയപ്പെടുന്നത് ആരാ? അസ്തനോസ്ഫിയർ ആണ്. പഠിക്കുക. പ്രാഥമിക ശില എന്നും ശിലകളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. പഠിച്ചോളനെ. പ്രാഥമിക ശിലയെന്നും ശിലകളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നത് ഏതാ? ആഗ്നേയ ശിലകളാണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. പഠിച്ചോളനെ. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. അവസാദങ്ങൾ പാളികളായി നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. അവസാദങ്ങള് പാളികളായി നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലകൾക്ക്
ഉദാഹരണമാണ്. അടുക്കുശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. അടുക്കുശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? അവസാദ ശിലകളാണ്. ഉയർന്ന മർദ്ദവും താപവും മൂലം ശിലകളുടെ ഭൗതിക രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിക ശിലകൾ എന്നറിയപ്പെടുന്നത്. ഉയർന്ന മർദ്ദവും താപവും മൂലം ശിലകളുടെ ഭൗതിക രാസപരമായുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ശിലകൾ അറിയപ്പെടുന്ന പേരെന്താ? കായാന്തരിക ശിലകൾ എന്നാണ് പഠിക്കുക. മാർബിൾ, സ്ലേറ്റ് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിൾ, സ്ലേറ്റ് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ് സുഹൃത്തുക്കളെ? കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ എന്നറിയപ്പെടുന്നത് കായാന്തരിക ശിലകളാണ്. പഠിച്ചോളണേ, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാ? കായാന്തരിക ശിലകളാണ്. മണ്ണിന്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യം, ജന്തുജാലങ്ങളുടെ സാന്നിധ്യം. പഠിച്ചോളണേ, മണ്ണിന്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാ? കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സാന്നിധ്യം. മണ്ണുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. തണുപ്പേറിയ സാഹചര്യങ്ങൾ മണ്ണിന്റെ രൂപീകരണം സാവധാനമാകുന്നു. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനമാകുന്നു. ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നത് മൂലം രൂപപ്പെടുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. മാതൃശിലയുടെ ഘടനയ്ക്കനുസരിച്ചായിരിക്കും രൂപപ്പെടുന്ന മണ്ണിന്റെ ഘടനയും. മാതൃശിലയുടെ ഘടനയ്ക്കനുസരിച്ചായിരിക്കും രൂപപ്പെടുന്ന മണ്ണിന്റെ ഘടനയും. പഠിക്കുക, മണ്ണിന്റെ കനവും ഘടനയും മണ്ണ് രൂപം കൊള്ളുന്നതിനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു. മണ്ണിന്റെ കനവും ഘടനയും മണ്ണ് രൂപക്കൊള്ളുന്നതിനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു. പഠിക്കുക. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5 പഠിച്ചോളനെ, ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ഡിസംബർ 5. ഐക്യരാഷ്ട്ര സംഘടന മണ്ണ് വർഷമായി ആചരിച്ചത് 2015. ഐക്യരാഷ്ട്ര സംഘടന മണ്ണ് വർഷമായി ആചരിച്ചത് 2015. ജനാധിപത്യ രാജ്യങ്ങളിലെ ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം. പഠിച്ചോളനെ, ജനാധിപത്യ രാജ്യങ്ങളിലെ ഗവൺമെന്റിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാ? നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം എന്നിവയാണ്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗ വൃന്ദങ്ങൾ. പഠിച്ചോളനെ, കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗ വൃന്ദങ്ങൾ എന്നിവയാണ്. നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി. നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേര് പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം അറിയപ്പെടുന്ന പേരെന്താ? പാർലമെന്റ് എന്നാണ് പഠിക്കുക. ഉപരിസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലമെന്റിന്റെ ഭാഗം ഏതാ? രാജ്യസഭയാണ്. ഉപരിസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലമെന്റിന്റെ ഭാഗം രാജ്യസഭയാണ്. അധോസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലമെന്റിന്റെ ഭാഗം ലോക്സഭയാണ്. അധോസഭ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലമെന്റിന്റെ ഭാഗം ഏതാ? ലോക്സഭയാണ്. രാജ്യസഭയും ലോകസഭയും ഉൾപ്പെടുന്ന പാർലമെന്റിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്നു. രാജ്യസഭയും ലോക്സഭയും ഉൾപ്പെടുന്ന പാർലമെന്റിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും സ്ഥിരസഭ എന്നും അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. പഠിച്ചോളനെ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും സ്ഥിരസഭ എന്നും അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. പ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. പ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ലോക്സഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ്. ലോക്സഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് ആരാ? സ്പീക്കറാണ്. ലോക്സഭയുടെ ഭരണകാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ ഭരണകാലാവധി 5 വർഷമാണ്. ഒരു സാധാരണ ബിൽ പാർലമെന്റിലെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഒരു സാധാരണ ബില്ല് പാർലമെന്റിലെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം, പ്രശ്നമില്ല. ഒരു ബില്ല് നിയമമാകുന്നതിന് വേണ്ട ഘട്ടങ്ങളാണ്. 1ാം വായന. ബില്ല് അവതരിപ്പിക്കുന്നതിനാണ് 1ാം വായന എന്നറിയപ്പെടുന്നത്.
അടുത്തതാണ് രണ്ടാം വായന. ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേക ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. രണ്ടാം വായനയിൽ എന്താ ചെയ്യുന്നത്? ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒരു ബില്ലിന്റെ മൂന്നാം വായനയിൽ വെച്ചാണ് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബില്ല് മൊത്തമായിട്ട് പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് എപ്പോഴും മൂന്നാം വായനയിൽ വെച്ചായിരിക്കും. അവസാനമായിട്ടുള്ള ഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. പുതിയ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെ നിയമമായി മാറുന്നു. പുതിയ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെ നിയമമായി മാറുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഒരു ബില്ല് നിയമമാകുന്നതിന് വേണ്ട ഘട്ടങ്ങൾ എന്നുള്ളത്. ഇത് ഓൾറെഡി PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. പാർലമെന്റിലെ ഇരുസഭകളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതി വിളിച്ചു ചേർക്കുന്ന സമ്മേളനമാണ് സംയുക്ത സമ്മേളനം. പാർലമെന്റിലെ ഇരുസഭകളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതി വിളിച്ചു ചേർക്കുന്ന സമ്മേളനമാണ് സംയുക്ത സമ്മേളനം. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. പല ഉദ്യോഗാർത്ഥികളും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാ? ലോക്സഭാ സ്പീക്കറാണ്, അല്ലാതെ ആരല്ല, രാഷ്ട്രപതി അല്ല. ഇങ്ങനെ തന്നെ അങ്ങ് എഴുതി പഠിച്ചോളണേ. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാ? ലോക്സഭാ സ്പീക്കർ ആയിരിക്കും, അല്ലാതെ രാഷ്ട്രപതി അല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കാലയളവ് 6 മാസമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ എടുക്കാവുന്ന മാക്സിമം കാലയളവ് എത്രയാ? 6 മാസമാണ്. എത്ര തവണയാണ് ഇന്ത്യൻ പാർലമെന്റ് ഒരു വർഷം സമ്മേളിക്കുന്നത് ചോദിച്ചാൽ 3 തവണ. പഠിച്ചോളണേ. എത്ര തവണയാണ് ഇന്ത്യൻ പാർലമെന്റ് ഒരു വർഷം സമ്മേളിക്കുന്നത് എന്ന് ചോദിച്ചാൽ 3 തവണയാണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം. പഠിച്ചോളണേ. നമ്മുടെ പാർലമെന്റ് സമ്മേളനങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയായി? 3 പാർലമെന്റ് സമ്മേളനങ്ങൾ: വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, അതുപോലെ വേനൽക്കാല സമ്മേളനം എന്നാണ്. പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളകളിലൂടെയാണ്. പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളകളിലൂടെയാണ്. എല്ലാ ദിവസവും പാർലമെന്റ് 11 മണിക്ക് സമ്മേളനം ആരംഭിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും പാർലമെന്റ് 11 മണിക്ക് സമ്മേളനം ആരംഭിക്കുന്നു. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടായി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം അറിയപ്പെടുന്ന പേരാണ് ശൂന്യവേള അഥവാ 0 അവർ എന്നുള്ളത്. എന്താ 0 അവർ അല്ലെങ്കിൽ ശൂന്യവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം അറിയപ്പെടുന്ന പേരാണ് ശൂന്യവേള അഥവാ 0 അവർ. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പാർലമെന്റ് പരിഗണിക്കുന്നത് ശൂന്യവേളയിലാണ്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയ പാർലമെന്റ് പരിഗണിക്കുന്നത് ശൂന്യവേളയിലാണ്. ശൂന്യവേളയുടെ ദൈർഘ്യം 5 മുതൽ 15 മിനിറ്റ് വരെ. പഠിച്ചോളണേ. ശൂന്യവേളയുടെ ദൈർഘ്യം 5 മുതൽ 15 മിനിറ്റ് വരെ. ലോക്സഭയിൽ മാത്രം അവതരിക്കപ്പെടുന്ന ബില്ലുകളാണ് ധനബില്ലുകൾ. പഠിച്ചോളണേ. ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകളാണ് ധനബില്ലുകൾ എന്നറിയപ്പെടുന്നത്. ലോക്സഭയിൽ നിന്നും എത്തുന്ന ധനബില്ല് എത്ര ദിവസത്തിനുള്ളിൽ രാജ്യസഭ തിരിച്ചയക്കണമെന്ന് ചോദിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ. ലോക്സഭയിൽ നിന്ന് എത്തുന്ന ധനബില്ല് എത്ര ദിവസത്തിനുള്ളിൽ രാജ്യസഭയിൽ തിരിച്ചയക്കണമെന്ന് ചോദിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ. ധനബില്ലിൽ രാജ്യസഭയുടെ അഭിപ്രായം ലോക്സഭയ്ക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്. ധനബില്ലില് രാജ്യസഭയുടെ അഭിപ്രായം ലോക്സഭയ്ക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. പഠിക്കുക. പാർലമെന്റിന്റെ നിയമനിർമ്മാണ ഇതര ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പാർലമെന്റിന്റെ നിയമനിർമ്മാണ ഇതര ചുമതലകള്: കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുക, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക. ചോദ്യങ്ങൾ ഉന്നയിക്കുക, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുക, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഭരണഘടനാ വകുപ്പുകളിലെ കാലാനുസൃതമായ മാറ്റം വരുത്തല്. ഇത്രയുമാണ് പാർലമെന്റിന്റെ നിയമനിർമ്മാണ ഇതര ചുമതലകൾ എന്നുള്ളത്. പഠിക്കുക. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ഇന്ത്യയില്? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. യവന്മാരങ്ങ് പഠിച്ചു വെച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്,
തെലുങ്കാന എന്നിവയാണ് പഠിക്കുക. രാഷ്ട്രപതിയുടെ കാലയളവ് 5 വർഷം. രാഷ്ട്രപതിയുടെ കാലയളവ് 5 വർഷം. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഇലക്ട്രൽ കോളേജ് ആണ് പഠിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രാഷ്ട്രപതി ആകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. രാഷ്ട്രപതി ആകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. രാഷ്ട്രപതിയുടെ ചുമതലകൾ നോക്കാം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജഡ്ജിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുക. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജഡ്ജിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുക. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുക. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുക. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. ഇത്രയുമാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ പഠിച്ചു വെക്കുക. ഉപരാഷ്ട്രപതിയുടെ കാലയളവ് 5 വർഷം. ഉപരാഷ്ട്രപതിയുടെ കാലയളവ് എത്രയാ? 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഇലക്ട്രൽ കോളേജ് തന്നെയാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാ? ഇലക്ട്രൽ കോളേജ് തന്നെയാണ്. കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലാണ്. കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാ? പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സഹകരണ മന്ത്രിമാർ, ഉപമന്ത്രിമാർ. പഠിച്ചോളണേ. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാ? പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സഹമന്ത്രിമാർ, ഉപമന്ത്രിമാർ എന്നിവരാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലോക്സഭയിലെ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷികളുടെയോ മുന്നണിയുടെയോ നേതാവായിരിക്കും പ്രധാനമന്ത്രിയാകുന്നത്. ലോക്സഭയിലെ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷികളുടെയോ മുന്നണിയുടെയോ നേതാവായിരിക്കും പ്രധാനമന്ത്രിയാകുന്നത്. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് നോക്കാം. ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിംഗുകളുടെ അധ്യക്ഷത വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. പഠിച്ചോളനെ. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാ സുഹൃത്തുക്കളെ? ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുക, ക്യാബിനറ്റ് മീറ്റിംഗുകൾ അധ്യക്ഷത വഹിക്കുക, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതി അറിയിക്കുക എന്നിവയാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ. സംസ്ഥാനതല കാര്യനിർമ്മാണ വിഭാഗത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. സംസ്ഥാനതല കാര്യനിർമ്മാണ വിഭാഗത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാ? ഗവർണറാണ്. രാജ്യത്തെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. രാജ്യത്തിന്റെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ അധികാര പരിധി ഇന്ത്യ മുഴുവനാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനാണ്. സംസ്ഥാനങ്ങളിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് ഹൈക്കോടതിയാണ്. ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്ന കോടതികളാണ് ജില്ലാ കോടതികൾ. ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്ന കോടതി ഏതാ? ജില്ലാ കോടതിയാണ്. താലൂക്കുകളിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതികളാണ് സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. താലൂക്കുകളിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതികളാണ് സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. പഠിക്കുക. സുപ്രീം കോടതിക്ക് പ്രധാനമായും പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സുപ്രീം കോടതി പ്രധാനമായിട്ടും പരിഗണിക്കുന്ന കേസുകൾ മൗലിക അവകാശങ്ങളുടെ ലംഘനവും ബന്ധപ്പെട്ട കേസുകളും. മൗലിക അവകാശങ്ങളുടെ ലംഘനവും ബന്ധപ്പെട്ട കേസുകളും. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ. ഇനി സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ. സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള കേസുകൾ. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. ഇത്രയുമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഒരു സംസ്ഥാനത്തിലെ ജില്ലാ കോടതിയുടെ കീഴ്ക്കോടതിയുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതി ആയിരിക്കും. ഒരു സംസ്ഥാനത്തിലെ ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാ? ഹൈക്കോടതി ആയിരിക്കും. ജനങ്ങളുടെ കോടതി എന്ന അർത്ഥം വരുന്ന കോടതി ലോക് അദാലത്താണ്. പഠിച്ചോളനെ. ജനങ്ങളുടെ കോടതി എന്ന അർത്ഥം വരുന്ന കോടതി
ഏതാണ്? അത് ലോക് അദാലത്താണ്. കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് തർക്ക പരിഹാരം നടത്തുന്ന സംവിധാനമാണ് ലോക് അദാലത്ത് എന്നറിയപ്പെടുന്നത്. കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് തർക്ക പരിഹാരം നടത്തുന്ന സംവിധാനമാണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഭൂപടങ്ങളുടെ പ്രധാന ഉപയോഗം എന്തൊക്കെയെന്നാണ്. ഭൂപടങ്ങളുടെ പ്രധാന ഉപയോഗം ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് വാന നിരീക്ഷണത്തിന് കാലാവസ്ഥാ പഠനങ്ങൾക്ക് സൈനിക ആവശ്യങ്ങൾക്ക് രാജ്യ അതിർത്തികൾ മനസ്സിലാക്കുന്നതിന് ചരിത്ര പഠനത്തിന് അപ്പോ ഭൂപടങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാ? ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വാന നിരീക്ഷണത്തിന്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തി മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ഭൗതിക ഭൂപടങ്ങൾ എന്നാണ്. ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് മണ്ണ് ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ദിനാവസ്ഥ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? മണ്ണ് ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ദിനാവസ്ഥ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം. പഠിക്കുക. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങള്. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങള്. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ചരിത്ര ഭൂപടം. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ചരിത്ര ഭൂപടം എന്നിവയാണ്. പഠിക്കുക. അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം എന്നിവ ഏതു തരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്? ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിച്ചോളണേ. അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ എന്നിവ ഏതുതരം ഭൂപടത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാല് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. കഡസ്ട്രൽ ഭൂപടം, ധാരാതരീയ ഭൂപടം എന്നിവ ഏതുതരം ഭൂപടത്തിന് ഉദാഹരണമാണ്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. കഡസ്ട്രൽ ഭൂപടം, ധാരാതരീയ ഭൂപടം എന്നിവ ഏതുതരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. പഠിച്ചോളണേ. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. പഠിക്കുക. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ. കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ. സമഗ്ര ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ധാരാതലീയ ഭൂപടങ്ങൾ. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ധാരാതലീയ ഭൂപടങ്ങൾ എന്നാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഭൂസർവേ ആരംഭിച്ച വ്യക്തി വില്യം ലാംപ്ടൺ ആണ്. പഠിച്ചോളണേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭൂസർവേ ആരംഭിച്ച വ്യക്തി ആരാണ്? വില്യം ലാംപ്ടൺ ആണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടം നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. പഠിച്ചോളണേ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതല ഏർപ്പെട്ട ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. പഠിക്കുക. ഭൂപടങ്ങളിലെ നിറങ്ങളും സവിശേഷതകളും പഠിക്കാൻ നമുക്ക്. ഭൂപടങ്ങളിലെ നിറങ്ങളും സവിശേഷതകളും. പച്ച നിറം നൈസർഗിക സസ്യജാലത്തെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിലെ പച്ച നിറം നൈസർഗിക സസ്യജാലത്തെ സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു. ചുവപ്പ് നിറം പാർപ്പിടങ്ങളെയും റോഡുകളെയും സൂചിപ്പിക്കുന്നു. ചുവപ്പ് നിറം പാർപ്പിടങ്ങളെയും റോഡുകളെയും സൂചിപ്പിക്കുന്നു. കറുപ്പ് നിറം തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നു. കറുപ്പ് നിറം തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നു. നീല നിറം ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു. നീല നിറം ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു.
തവിട്ട് നിറം പാറക്കൂട്ടങ്ങൾ, മൺകൂനകൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. തവിട്ട് നിറം പാറക്കൂട്ടങ്ങൾ, മൺകൂനകൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ആദം സ്മിത്ത് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ആദം സ്മിത്ത് ആണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചതാരാ? അത് ആദം സ്മിത്ത് ആണ്. പഠിച്ചോളനെ. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആദം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആദം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാരാ? ആദം സ്മിത്ത് ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും വാദിച്ച വ്യക്തി ആദം സ്മിത്ത് ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും വാദിച്ച വ്യക്തി ആരാ? ആദം സ്മിത്ത് ആണ്. ലെസേ ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആദം സ്മിത്ത് ആണ്. പഠിച്ചോളനെ. ലെസേ ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ആദം സ്മിത്ത് ആണ്. സാധനങ്ങളുടെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന വില. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? കാൾ മാർക്സ് ആണ് കേട്ടോ. പഠിച്ചോളനെ. സാധനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വിലയായി ലഭിക്കുന്നത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? കാൾ മാർക്സ് ആണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാർട്ട് 1. പാർട്ട് 2 നാളെ വൈകിട്ട് അപ്ലോഡ് ആവുന്നതാണ് സുഹൃത്തുക്കളെ. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കളാർക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.